നേരെ ഇനി വയനാട്ടിലേക്ക് പോവാം. അവിടെ പി.വി. ജോഷില കൂടി തയ്യാറായിട്ടുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. എന്തായാലും വയനാടിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം, ഇന്നത്തെ ഒരു ദിവസം, പൈസ, പണം എവിടെ കോൺഗ്രസ്, വീട് എവിടെ കോൺഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അതൊക്കെ അവിടെ ഇപ്പോൾ എങ്ങനെയാണ് നിലവിൽ തുടരുന്നത്? ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയ ഒരു ജില്ല കൂടിയാണ് വയനാട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ആകെ തന്നെ വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമുണ്ടായ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഇടതുമുന്നണി ചർച്ചയായി കൊണ്ടുവരുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത്, കഴിഞ്ഞ ദിവസം CPIM എത്ര ഫണ്ട് കൊടുത്തു എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരവുമായി CPIM ജനറൽ സെക്രട്ടറി മുന്നോട്ട് വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അതോടുകൂടി കോൺഗ്രസിന് അല്ലെങ്കിൽ UDF നേതൃത്വത്തിന് ആകെ തന്നെ വിറളി പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണം പറയാൻ ഇവിടെ, പ്രത്യേകിച്ച് വയനാട്ടിൽ. കാരണം കോൺഗ്രസ് ഇത്രയും കാലം ദുരന്തബാധിതരുടെ ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം നൽകാനാവാതെ, കണക്കെവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ആകെ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഓരോ മുക്കിലും മൂലയിലും നിന്ന് ഓരോ കുട്ടി പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക്, കണക്കെവിടെ, അല്ലെങ്കിൽ ഈ ഫണ്ട് ഞങ്ങളുടെ പേരിൽ പിരിച്ച ഫണ്ടിൻ്റെ കണക്കെവിടെ എന്ന് ദുരന്തബാധിതർ ചോദിക്കുന്നു. ടൗൺഷിപ്പിലെത്തിയാൽ ടൗൺഷിപ്പിൽ വീട് കിട്ടിയവർ ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഉത്തരമില്ലാതെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ കണക്കുമായി CPIM ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അഖിലേന്ത്യാ കിസാൻ സഭ 1 കോടി രൂപ ചെക്ക് നൽകി CMDRF ഫണ്ടിലേക്ക്. അതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി പിരിച്ച പണം 2 ഘട്ടങ്ങളിലായി നൽകിയ പണത്തിൻ്റെ കണക്കുമായി CPIM രംഗത്ത് വരുന്നു. അത് CPIM മാത്രമായി അങ്ങനെ പിരിച്ചെടുത്ത് കൊടുക്കുക മാത്രമല്ല, വർഗ ബഹുജന സംഘടനകളാണ് യഥാർത്ഥത്തിൽ പണം പിരിച്ച് കൃത്യമായും CNDRFിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന കൃത്യമായ കണക്കുകളുമായി എല്ലാ വർഗ ബഹുജന സംഘടനകളും മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ CPIM ജനറൽ സെക്രട്ടറി മുന്നോട്ട് വരുന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ വായടപ്പിക്കുന്ന രൂപത്തിലേക്ക്, ഒരു പുതിയ രീതിയിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. എല്ലാവരും, എല്ലാ വർഗ ബഹുജന സംഘടനകളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ കണക്ക് വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഉത്തരം നൽകാൻ CPIMന് സാധിക്കുന്നു. അങ്ങനെ ഒരു കണക്കുള്ള പാർട്ടിയായി, കൃത്യമായ ജനങ്ങളുടെ ദുരിതാശ്വാസ ഫണ്ടിന് കൃത്യമായ കണക്കുള്ള പാർട്ടിയായി CPIM മാറുന്നു. അത് കൃത്യമായി അവതരിപ്പിക്കാൻ, പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ CPIMന് സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ, ആ മാതൃക തന്നെ വലിയ ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകർക്കിടയിലും CPIMന്റെ പ്രവർത്തകർക്കിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ഇറങ്ങിയവർക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ ചോദ്യത്തിനൊക്കെ തന്നെ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ CPIMന്റെ കയ്യിൽ ഉത്തരമുണ്ട്. എന്നാൽ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ ഉത്തരമില്ല. അത് ഏറെ ബാധിക്കുന്നത് വയനാട് ജില്ലയെയാണ്, വയനാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെയാണ്. കാരണം വയനാട് ജില്ലയിലാണ് ദുരന്തബാധിതർ ഉള്ളത് എന്നതാണ്. ദുരന്തബാധിതരായ ആളുകളുടെ, വയനാട് ജില്ലയിലെ ദുരന്തബാധിതരായവരുടെ, മണ്ണിനടിയിൽപ്പെട്ടവരുടെ ചിത്രം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ടവരുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് ഇവർ പണം പിരിച്ചത്. ആ പണത്തിന് ഒരു കണക്കുമില്ല. മാത്രമല്ല, അവർക്കായി വീട് വെക്കും എന്ന് പറഞ്ഞ് ചെറിയൊരു സ്ഥലമെടുത്ത്, അതും കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമെടുത്ത് അവിടെ വീട് പണി തുടങ്ങി എന്ന് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ UDF നേതൃത്വം തയ്യാറാകുന്ന, അല്ലെങ്കിൽ ബഹുജനങ്ങളെ ആകെ തന്നെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും, ഏറ്റവും അവസാന നിമിഷത്ത് പോലും UDF തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ തന്നെ പൊളിച്ചെഴുതപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ചിത്രം. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം 3 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ UDF നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ CPIM ജനറൽ സെക്രട്ടറി ഈ കണക്ക് പുറത്തുവിട്ടതോടുകൂടി ഏറെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി പ്രവർത്തകർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, ബത്തേരി മണ്ഡലത്തിൽ നമുക്കറിയാം, NM വിജയന്റെ ആത്മഹത്യ, ബാങ്കുകളിലേക്ക് നിയമനത്തിനായി കോഴ വാങ്ങിയ പ്രശ്നം, അതായത് തൊഴിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ തൊഴിലില്ലാത്തവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു. അതിനുവേണ്ടി കൊടുത്ത പണത്തിന് വേണ്ടി പലരും ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ ബത്തേരി മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥി അയക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, നേരത്തെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, മകനെ കൊന്നിട്ടാണ് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും മരണവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിലെ 1ാം പ്രതിയായി FIRൽ ഉള്ള IC ബാലകൃഷ്ണനെ തന്നെ UDF നേതൃത്വം സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് UDF നേതൃത്വം ബത്തേരിയിൽ
നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇത്തരം ചോദ്യങ്ങളെ ഒന്നും തന്നെ നേരിടേണ്ടി വരുന്ന അവസ്ഥയില്ല. കൃത്യമായി കണക്കുകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ വികസനം ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബത്തേരി മണ്ഡലത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ പര്യടനം തുടരുന്നത്. മാനന്തവാടിയിലും ഇതേ അവസ്ഥയാണ്. OR കേളു വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയിൽ PK അനിൽകുമാറിന്റെ റോഡ് ഷോ ഇന്ന് ആരംഭിക്കും. അതുപോലെ തന്നെ ബത്തേരിയിലും റോഡ് ഷോ ആരംഭിക്കും. ബത്തേരിയിലെ റോഡ് ഷോയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ് പങ്കെടുക്കുക. ഇവിടെ കൽപ്പറ്റയിൽ തേജസ്വി യാദവ്, ബീഹാർ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുക. ശരി, വ്യക്തമാണ്. ജോഷ്ലയാണ് വയനാടിന്റെ വളരെ കൃത്യമായ ഒരു ചിത്രം വളരെ വിശദമായി തന്നെ ഓരോ രാഷ്ട്രീയ മുന്നണികളുടെയും നിലവിലത്തെ സാഹചര്യം സഹിതം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. വളരെയധികം വിശദമായ ചിത്രം നമ്മളിലേക്ക് എത്തുകയും ചെയ്തു. ഒത്തിരി സന്തോഷം ജോഷ്ല.